എങ്ങനെയാണ് ചേട്ടാ ഗില്ലി രണ്ടാമത് വീണ്ടും തിയേറ്ററിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? നമുക്ക് എന്തായാലും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മനസ്സിനെ ഒന്ന് യൗവന കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം എനിക്കിപ്പോൾ 39 വയസ്സ്, 19 വയസ്സുള്ള സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാനന്ന് പഠിച്ചത് ഒറീസയിൽ ഭുവനേശ്വർ എന്ന സ്ഥലത്താണ്. അവിടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ പോലും ഇറക്കത്തില്ല. തെലുങ്ക് സിനിമകൾ പോലും വല്ലപ്പോഴും ഒക്കെ അവരുടെ ഒരു പ്രാതിനിധ്യം അനുസരിച്ച് മാത്രം ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളിതൊക്കെ പിന്നീട് CD എടുത്ത് കണ്ടിട്ട് അയ്യോ ഇത് ഗില്ലി എന്തോ സംഭവം ഭയങ്കര അങ്ങനെ നമ്മുടെ ഒരു ത്രസിപ്പിച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ നമ്മുടെ ഇതുപോലൊരു ബിഗ് സ്ക്രീനിൽ 4K റീമാസ്റ്റേർഡ് വെർഷൻ വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഒരിക്കലും അവഗണിക്കാൻ പറ്റത്തില്ല. ഞാൻ വിജയോടെ ഭയങ്കര കടുത്ത ആരാധകനൊന്നുമില്ല. പക്ഷേ എൻ്റെ നൊസ്റ്റാൾജി, എൻ്റെ കുട്ടിക്കാലം, എൻ്റെ സ്കൂൾ പ്ലസ് എൻ്റെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എൻ്റെ കോളേജ് ഘട്ടം, എൻ്റെ യൗവന കാലഘട്ടം, അതൊന്നും വിജയുടെ സിനിമകളിലെ പാട്ടുകളോ വിജയുടെ സിനിമകളോ ഇല്ലാതെ അതൊരിക്കലും പൂർത്തിയാവത്തില്ല. അങ്ങനെ അതൊരു സംഭവമാണ്. കാരണം അത് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മോശം സിനിമകൾ മോശം എന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ഞാൻ അംഗീകരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളും പാട്ടുകളും ഒക്കെ നമ്മുടെ എത്രത്തോളം ഇങ്ങനെ എഴുചേർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീലൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് വന്നത്. എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഞാനത് ഒരു ഫ്രഷ് മൈൻഡോടെയാണ് വന്നത്. ഞാനൊരു പുതിയ സിനിമ കാണാൻ പോകുന്നു. ഒരു പുതിയൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ മാത്രം ഞാനൊന്ന് 39-കാരനിൽ നിന്നൊരു 19-കാരനിലേക്ക് ഒന്ന് മനസ്സിനെ ഞാൻ ചുരുക്കി എടുത്ത് വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ തലകുത്തല വെച്ച് തലകുത്തല വെച്ചൊന്നുമില്ല. കാരണം ഇത് മോശമായി ആരും ഇല്ല. എല്ലാവരും നമ്മളെ മാന്യമായിട്ടാണ് പറയുക. കാരണം പാട്ടുകൾ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്യണം. ഞാൻ ബാക്കിലിരുന്ന് ഞാൻ പതുക്കെ അപ്പടിപ്പോട് പാട്ട് വന്നപ്പോൾ ഞാൻ പതുക്കെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഒന്ന് ഞാൻ അൺലീഷ് ചെയ്തു. ഞാൻ പറയുന്നത് നീ 39-കാരനല്ല, നീ 19-കാരനാണ്, നീ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ രീതിയിൽ ഞാൻ പോയി ഇത് ചെയ്തു. അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഗൃഹാതിരത്വത്തിൻ്റെ ആ ഒരു സംഭവം നമ്മൾ കെട്ടഴിച്ച് ഇട്ട ഒരു ഫീലിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ പിന്നെ വിജയുടെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ വല്ലാത്തൊരു പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്താവുമെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അതൊക്കെ വിടട്ടെ, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ ഇതുപോലെ ഒരു ഓൺ സ്ക്രീൻ കരിസ്മ ഉള്ള വളരെ ചുരുക്കം നടന്മാർ ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാ ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കം നടന്മാരുടേതാണ്. കാരണം നമ്മൾ എന്തൊക്കെ നമ്മൾ കുറ്റം നെഗറ്റീവ് പറഞ്ഞായിരുന്നു, നമ്മൾ എവിടെയൊക്കെയോ നമുക്കറിയാം. നമ്മൾ സ്ക്രീനിൽ ഒരാളുടെ പ്രസൻസ് കാണുമ്പോഴത്തേക്ക് നമുക്കത് ഫീൽ ആവും. വളരെ ചുരുക്കം നടന്മാരേ ഉള്ളൂ ഇന്ത്യൻ ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും. കന്നഡ ആയിരുന്നാലും, തെലുങ്ക് ആയിരുന്നാലും, തമിഴായിരുന്നാലും, ഹിന്ദി ആയിരുന്നാലും നമുക്ക് അങ്ങനെയുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ വീണ്ടും കണ്ടു. ഇനിയും കുറച്ചിങ്ങനെ സിനിമകളൊക്കെ കാണണമെന്നുണ്ട്. ഗോട്ട് വളരെ വലിയൊരു വിജയമാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു.